ജോൺ സാറാണ്. പ്ലസ് 1 ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ് എടുത്തിരിക്കുന്നത് ഫ്രം ട്രിഗണോമെട്രി. നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ച രീതിയിൽ കൂടെ തന്നെ കുറേ പ്രോബ്ലംസുകൾ എളുപ്പമുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിച്ച എക്സാമിന് എത്തുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ചിലപ്പോൾ മാർക്ക് കുറഞ്ഞേക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയുടെ നല്ല രീതിയിൽ കൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റൻസുകളെ പഠിക്കണം. എപ്പോഴും നമ്മൾ സാധാരണ പഠിക്കുന്നത് സെറ്റ്സ്, റിലേഷൻസ്, ലീനിയർ ഇൻഇക്വാളിറ്റീസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, ഇങ്ങനെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള എളുപ്പമുള്ള ചാപ്റ്റേഴ്സിനെ എടുത്തിട്ട് ആ അറിയാവുന്ന ക്വസ്റ്റൻസുകൾ പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് മാത്രമേ പിന്നെയും നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എഴുതി കിട്ടിയതാ കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ മാർക്ക്. അത് നന്നേ കുറവാണെങ്കിൽ അതിലും ഒന്നും പ്രത്യേകിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും ഉണ്ടാവത്തില്ല മാർക്ക്. അതുകൊണ്ട് നിങ്ങൾ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രി, സ്ട്രെയിറ്റ് ലൈൻസ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, അതേപോലെ ബൈനോമിയൽ തിയറം, ഇങ്ങനെയുള്ള കുറേ ചാപ്റ്റേഴ്സുകളും കൂടെ പഠിക്കണം. ഇപ്പം നമ്മൾ കോണിക് സെക്ഷൻ, ഇതൊക്കെ പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സാണ്. ഇവിടെ നിന്നും പഠിക്കാതെ നമ്മൾ ഇനിയും പോകുകയാണെങ്കിൽ മാർക്ക് ഒട്ടുമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവത്തില്ലെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ട്രിഗണോമെട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനുള്ള ക്വസ്റ്റനാണ്. നോക്കിക്കേ, ക്വസ്റ്റനൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകത്തില്ല അല്ലേ? a plus b equal to 45, then prove that 1 plus tan a into 1 plus tan b is equal to 2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനാണ്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം എക്സാമിന് വന്ന ക്വസ്റ്റനും ഇതേപോലെ നിങ്ങൾ പഠിക്കാത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ ഇതേപോലെയുള്ളൊരു സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ട്. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകൾ പുതുതായിട്ടുള്ള പഠിച്ചോണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ പ്രോബ്ലമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മനസ്സിലാവുന്നുണ്ടോന്ന് കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇപ്പോൾ ഇത് ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റനാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ക്വസ്റ്റൻസുകളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസുകളും, അതുപോലെ ഇക്വേഷൻ ബുക്കിലെറ്റ്, പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ എക്സാമിന് ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റൻസുകളാണെന്നുള്ളത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ആൻസറോടെ ലാസ്റ്റ് തരും. അത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റനോട് കയറാം. ഇഫ് a plus b equal to 45, then prove that 1 plus tan a into 1 plus tan b equal to 2. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം അവർ തന്നേക്കുന്ന അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്? a plus b equal to 45. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഈ ആൻസറിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ പഠിച്ചതിനുള്ളിൽ ഏത് റിസൾട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളത് tan of x plus y, ശരിയല്ലേ? tan of x plus y. ഇവിടെ അതുപോലെ tan ഓഫ് a പ്ലസ് ബി അപ്ലൈ ചെയ്താൽ മതി. കാരണം a പ്ലസ് ബി ആണ് തന്നേക്കുന്നത്, ടാനുകളുടെ ക്വസ്റ്റൻ ആണ്. അങ്ങനെയാണെങ്കിൽ tan ഓഫ് a പ്ലസ് ബി ഉപയോഗിക്കണം. tan ഓഫ് എക്സ് പ്ലസ് വൈ പോലെ ഇപ്പം tan ഓഫ് a പ്ലസ് ബി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം. അപ്പം ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ടാനിനെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. കണ്ടോ? a പ്ലസ് ബി 45, ദെൻ tan ഓഫ് a പ്ലസ് ബി ഈക്വൽ tan ഓഫ് 45. ലെഫ്റ്റിലും റൈറ്റിലും ടാനിനെ ഉപയോഗിച്ച് സൈനോ കോസോ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ആൻസർ മുഴുവൻ ടാനിലാണ്. ഓക്കെ, tan ഓഫ് a പ്ലസ് ബി എല്ലാവർക്കും അറിയാം. tan ഓഫ് a പ്ലസ് ബിയുടെ ഫോർമുല tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b ഈസ് ഈക്വൽ ടു tan 45 എത്ര മോനെ? 1. ഓക്കെ ആണല്ലോ. അപ്പോൾ tan ഓഫ് a പ്ലസ് ബിയുടെ tan ഓഫ് എക്സ് പ്ലസ് വൈ മാതിരി ചില tan ഓഫ് a പ്ലസ് ബി തന്നെ ആയിരിക്കും പഠിച്ചിരുന്നത്. ചിലർ ഇങ്ങനെ എക്സിലും വൈയിലും ഒക്കെ നമ്മൾ ഈ വേരിയബിൾ മാറുന്നതുകൊണ്ട് ഇക്വേഷൻ്റെ ഫോർമാറ്റ് വ്യത്യാസമൊന്നുമില്ല. അതേപോലെ കണ്ടല്ലോ, tan പ്ലസ് tan ബൈ 1 മൈനസ് tan കണ്ടോ, tan a പ്ലസ് tan b ബൈ 1 മൈനസ് tan a tan b. നെക്സ്റ്റ് ഇവനെ അങ്ങോട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ നോക്കിക്കേ, ദാറ്റ് ഈസ് tan a പ്ലസ് tan b ഈസ് ഈക്വൽ ടു ഇത്രയും ഇൻറ്റു 1, ശരിയല്ലയോ? ഇതങ്ങോട്ട് ഇൻറ്റു 1 ആകുമ്പോൾ ഒരു നമ്പർ കൊണ്ട് 1 ഇൻറ്റു ഇതിൽ വ്യത്യാസം ഉണ്ടോ മോനെ? ഇല്ല. അപ്പോൾ ഇതേ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ ആര് തന്നെ കിട്ടും? 1 മൈനസ് tan a tan b എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇത്രയൊക്കെ കിട്ടി. ഇനി ഈ മൈനസിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നോക്കിക്കേ, മൈനസ് tan a tan b നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ tan a പ്ലസ് tan b പ്ലസ് tan a tan b എന്ന് വരും. ഓക്കെ, tan a tan b ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കിക്കേ, ഈ രണ്ട് ടേംസുകൾ എഴുതി, ഈ മൈനസ് ഓഫിൽ കിടക്കുന്നതിന് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വന്നപ്പോൾ പ്ലസ് ഓഫ് tan a tan b ഈസ് ഈക്വൽ ടു 1. ഇപ്പം നമുക്ക് കിട്ടിയതാണ്, കിട്ടേണ്ടത് അതാണ്. നോക്കിക്കേ, കിട്ടേണ്ടതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എത്ര മതി? 2 ആണ്. പക്ഷേ കിട്ടിയത് ഇപ്പോഴാണ് 1 ആണ്. അപ്പോൾ ഈ 1 എന്നുള്ളത് എന്തായി മാറണം? 2 ആണ്. നമുക്കിതാണ് പ്രൂവ് ദാറ്റ്.
ഈ പ്രൂവ് ദാറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് 2 ആണ്. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് 1 ആണ്. ഇപ്പോൾ ഈ 1 ഒന്ന് 2 ആയി മാറണമെങ്കിൽ ഒരു 1 ആഡ് ചെയ്താൽ പോരായോ? ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ഒരു 1നെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ്? റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടേണ്ടത് 2ഉം കിട്ടിയത് 1ഉമാണ്. അപ്പോൾ ഈ കിട്ടിയ 1നെ 2 ആകണമെങ്കിൽ ഒരു 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ 1 ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? 2 ആവാൻ വേണ്ടി. 1 2 ആവാൻ വേണ്ടി ഒരു 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും അതേപോലെ അവനെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ അതാണ് ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ് എന്നിങ്ങോട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഞാൻ ഇവിടെയും 1 ആഡ് ചെയ്യുന്നു, അവിടെയും 1 ആഡ് ചെയ്യുന്നു കേട്ടോ. ദാറ്റ് ഈസ് ഇങ്ങനെ 1 പ്ലസ് ടാൻ എ പ്ലസ് ടാൻ ബി പ്ലസ് ടാൻ എ ടാൻ ബി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1. നോക്കുക കേട്ടോ. ഇപ്പോൾ ഈ 1 ഉണ്ടായിരുന്ന 1 ആണ്, നമ്മൾ ആഡ് ചെയ്ത 1 ഇവിടെ ആഡ് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതൊന്ന് തോന്നിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കാൻ 1 2 3 4 4 ടേംസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്. 1 2 3 4. ഈ 4 ടേംസിനുള്ളിലെ നമ്മൾ ഈ 2 പേരെ വെച്ച് ഒന്ന് സെലക്ട് ചെയ്താൽ, ഞാൻ ആ 3rd 4th ഒന്ന് ആദ്യം വായിക്കാം. 3rd ഉണ്ടോ? ടാൻ ബി. 4th ആരാ? ടാൻ എ ടാൻ ബി. അപ്പോൾ ഈ രണ്ടിടത്തും ടാൻ ബി ഇല്ലേ മോനെ? അപ്പോൾ ഇവിടെ നമുക്ക് ആരെ കോമൺ എടുക്കാം? ടാൻ ബിയെ എന്തെടുക്കാം മോനെ? കോമൺ എടുക്കാം അല്ലേ? ടാൻ ബിയെ കോമൺ എടുക്കാം. അപ്പോൾ ടാൻ ബി പ്ലസ് ടാൻ എ ടാൻ ബിക്ക് ഉള്ളിൽ നിന്ന് ടാൻ ബി രണ്ടിടത്തോളം ടാൻ ബിയെ കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ ടാൻ ബിക്ക് ഉള്ളിൽ നിന്നും ടാൻ ബി പോയാൽ 1, ടാൻ എ ടാൻ ബിക്ക് ഉള്ളിൽ നിന്നും ടാൻ ബി പോയി കഴിഞ്ഞാൽ ബാക്കി ടാൻ എ അല്ലേ? ഈ സീക്രട്ട് എത്രയായി? 2. അപ്പോൾ ഈ 2 ടൈംസിന് എഴുതിയില്ല. 1 പ്ലസ് ടാൻ എന്നുള്ളതിന് നമുക്ക് 1 × 1 പ്ലസ് ടാൻ എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ മോനെ? 1 × 1 പ്ലസ് ടാൻ നമുക്കറിയാം 2. വെറും 2നെ 1 × 2 അല്ലെങ്കിൽ 3യെ 1 × 3 എന്ന് എഴുതിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ 1 പ്ലസ് ടാനെ 1 × 1 പ്ലസ് ടാൻ എന്ന് എഴുതിയാലും കുഴപ്പങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തിനാണ് അങ്ങനെ എടുക്കുന്നത് നോക്കിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ക്ലിയർ ആവും. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ ഒന്ന് പറയാം. 1 2 3 4 4 ടൈംസിൽ 3rd 4th നോക്കിയാൽ ടാൻ ബി കോമൺ ആണ്. ടാൻ ബിയെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് 1 വരും, ഇവിടുന്ന് ടാൻ എ വരും. ഈ 2 ടൈമിന് നമുക്ക് 1 പ്ലസ് ടാൻ നമുക്ക് വേണമെങ്കിൽ 1 × 1 പ്ലസ് ടാൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇപ്പോൾ നോക്കിക്കാൻ മോനെ, ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചേക്കണേ. 1 × 1 പ്ലസ് ടാൻ എ പ്ലസ് ടാൻ ബി × 1 പ്ലസ് ടാൻ എ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ 1 പ്ലസ് ടാൻ എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് ഈ 2 ടേംസിനും കോമൺ ആയിട്ട് വായിച്ചില്ലയോ? 1 × 1 പ്ലസ് ടാൻ എ ടാൻ ബി × 1 പ്ലസ് ടാൻ എ. ദെൻ ഈ 2 ടേംസിൽ നിന്നും 1 പ്ലസ് ടാൻ എ നമുക്ക് എന്തെടുക്കാം മോനെ? കോമൺ എടുക്കാം ഉണ്ടല്ലോ. അപ്പോൾ 1 പ്ലസ് ടാൻ എ ഇങ്ങനെ കോമൺ എടുക്കുന്നു. ഓക്കെ, ഏതാണ്ട് ഈ ടൈമിൽ ഈ ടൈമിലും 1 പ്ലസ് ടാൻ എ കോമൺ ആണല്ലോ. ഈ ടൈമിൽ 1 പ്ലസ് ടാൻ എ ഉണ്ട്, ഈ ടൈമിൽ 1 പ്ലസ് ടാൻ എ ഉണ്ട്. 1 പ്ലസ് ടാൻ എ ടേക്കൺ ആസ് കോമൺ. അപ്പോൾ ഈ ടൈമിൽ നിന്നും 1 പ്ലസ് ടാൻ എ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട് മോനെ? 1 പ്ലസ്. ഈ ടൈമിൽ നിന്നും 1 പ്ലസ് ടാൻ എ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട് മോനെ? ടാൻ ബി അല്ലേ? ഈ സീക്രട്ട് എത്ര മോനെ? 2. വേണ്ട പ്രൂഫായി കേട്ടോ. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ വെറൈറ്റി ക്വസ്റ്റ്യനൊക്കെ പഠിച്ചോണം. എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ട്രാറ്റജി മാറ്റണം. ഏതാ? ഈ എളുപ്പമുള്ള ക്വസ്റ്റ്യനെ മാത്രം പഠിക്കുക, അവനെ പറ്റുന്ന പോലെ എഴുതുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പഴയ മാർക്കിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു രീതിയിലും കൺസെഷൻ പ്രതീക്ഷിക്കേണ്ട, കൺസിഡറേഷൻ പ്രതീക്ഷിക്കേണ്ട, ലിബറലൈസേഷൻ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് എഴുതിയതിന് മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ, കൂടുതലിട്ടൊന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് എടുക്കേണ്ടത്. വേറെ ഒന്നുമില്ല. ഇതിൽ കൂടുതലൊന്നും കഴിഞ്ഞ വർഷം പഠിച്ചതിനേക്കാളും കൂടുതൽ പഠിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇച്ചിരി നല്ല ടഫ് ക്വസ്റ്റ്യൻ പഠിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ലെവലിലോട്ട് ചിന്തിച്ച് വേണം പഠിച്ചു തുടങ്ങാൻ. അല്ല താഴത്തെ ലെവലിൽ നിന്നുകൊണ്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ക്വസ്റ്റ്യൻ കൊണ്ട് ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെ ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ക്ലാസ്. ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ് കിട്ടും, ഫുൾ ഇൻസ്ട്രക്ഷൻസ് കിട്ടും, ഞാൻ പറഞ്ഞ പോലെ ഫുൾ മാർക്കും കിട്ടും. ഗുഡ് ബൈ.